നമസ്കാരം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാളികൾ ലോകത്തിൻ്റെ ഏതൊരു മൂലയിൽ പോയിരുന്നാലും ആ നാട്ടിലെ ജനങ്ങൾ നമുക്കൊരു പ്രത്യേക പരിഗണന തരാറുണ്ട്. അത് നമ്മളുടെ വിദേശങ്ങളിൽ പോയിട്ടുള്ള, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ പോയിട്ടുള്ള ഓരോ മലയാളികൾക്കും എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാം. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഒരു പ്രവർത്തനവും സത്യസന്ധതയും അല്ലെങ്കിൽ കാര്യങ്ങളോട് ഇടപഴകുന്ന ഒരു രീതിയും മറ്റൊരാളിനോട് കാണിക്കുന്ന ബഹുമാനവും എല്ലാം കൊണ്ട് നമുക്ക് ആ നാടുകളിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തിൻ്റെ ഭാഗമാണ് ആ ഒരു സ്നേഹവും പരിഗണനയും നമുക്ക് കിട്ടുന്നത്. അവിടുത്തെ ആ നാടുകളിലെ കൊച്ചു കുട്ടികൾ പോലും നമ്മളോട് വളരെ സ്നേഹത്തോടുകൂടി വളരെ കരുണയോടുകൂടി നമ്മളോട് പെരുമാറുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ പെരുമാറ്റത്തിൻ്റെ ഒരു പക്വതയും പവറും കൊണ്ടാണ് നമ്മൾ മലയാളികൾ ഉണ്ടാക്കിയെടുത്തത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സഹജീവികളോട് കാണിക്കുന്ന ഒരു പെരുമാറ്റവും ഒരു മര്യാദയും ഒരു ഇടപഴകലും എല്ലാം കൊണ്ടുണ്ടായ ഒരു ആതിഥ്യ മര്യാദയുടെ ഭാഗമായിട്ട് അവർ നമുക്ക് തരുന്ന ഒരു ബഹുമാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ ലോകത്തിൻ്റെ ഏതൊരു മൂലയിൽ പോയിരുന്നാലും അവിടെ എവിടെയെങ്കിലും ഒരു മലയാളി ഉണ്ടാകുന്നതും ആ മലയാളി അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നതൊക്കെ. പക്ഷേ എല്ലാവരും അതേപോലെ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം വേറെ ഒന്നും കണ്ടല്ല, ഈ ഒരു വിഷയങ്ങൾ, ഈ കാണുന്ന വിഷയങ്ങൾ. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ കേരളത്തിനെ മൊത്തം ചിരിപ്പിച്ച നമ്മുടെ മഹാനായ നടൻ ശ്രീ സലീം കുമാറിൻ്റെ മരണവാർത്തയുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ കണ്ട കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ, അതിൻ്റെ താഴെ വന്നിട്ട് വളരെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു മനുഷ്യനോട് കാണിക്കുന്ന, ഒരു മനുഷ്യനോട് വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകളുണ്ട് എന്ന് കരുതിയിട്ട് ഒരു മനുഷ്യനോട് കാണിക്കുന്ന ഏറ്റവും നീചമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയുടെ അടിയിൽ വന്നെഴുതിയ ഓരോ കമൻറ്റുകളാണ്. എല്ലാവരും ഇല്ല, വളരെ ചുരുക്കം ചെറിയ ആൾക്കാർ എഴുതിയ കമൻറ്റുകൾ വളരെ മ്ലേച്ഛവും മോശവുമായി പോയി എന്ന് എനിക്ക് തോന്നി. കാരണം എല്ലാവരും വളരെ വേദനയോടുകൂടി കണ്ടതും കേട്ടതുമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. കാരണം കേരളത്തിൻ്റെ മലയാളികളെ മൊത്തം ചിരിപ്പിച്ച, ഒന്നടങ്കം ചിരിപ്പിച്ച, ചിരിയുടെ സാമ്രാട്ടായിട്ടുള്ള മഹാമനുഷ്യനായിരുന്നു, ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ നമ്മുടെ സിനിമാ ലോകവും കേരള ജനതയും വളരെ വിങ്ങലോടും വേദനയോടും കേട്ട ഒരു വാർത്തയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണവാർത്ത. വളരെയധികം ക്ഷീണിതനും രോഗബാധിതനായിട്ടൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടിരുന്ന സമയത്തും ഇതേ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് വളരെ മോശമായിട്ട്, മനുഷ്യത്വരഹിതമായിട്ട് വരെ കുറേ കമൻറ്റുകൾ ഇട്ടിരുന്നു, നമ്മൾ കണ്ടിരുന്നു. പക്ഷേ എല്ലാ മനുഷ്യരും ഒരേപോലെയല്ല, വളരെ വിഭിന്നമായിട്ട് ചിന്തിക്കുന്ന, വളരെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള കുറേ മനസ്സ് കല്ലായിപ്പോയ കുറേ മനുഷ്യർ ഇനിയും ബാക്കിയുണ്ട് നമ്മുടെ നാട്ടിൽ എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ ഓരോ കമൻറ്റുകളും. ഈ കമൻറ്റിട്ട കുറച്ച് മനുഷ്യരുണ്ട്. അവരോട് എനിക്ക് പറയുവാനുള്ളത് വേറൊന്നുമല്ല, നിങ്ങളുടെ സമൂഹവും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ അയൽവാസികളും എല്ലാം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. കേരള ജനത ഇഷ്ടപ്പെടുന്ന ഒരു മഹാമനുഷ്യൻ്റെ മരണവാർത്തയുടെ അടിയിൽ പോയി ഇതുപോലുള്ള മനസ്സ് കല്ലായി മാറിയ മനുഷ്യത്വമില്ലാത്ത ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഇടുന്നതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ ഇല്ലയോ എന്നെനിക്കറിയില്ല. പക്ഷേ നിങ്ങളെ സമൂഹം കാണുന്നത് ആ തരത്തിലായിരിക്കും. വളരെ മോശമായി പോയെന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളൂ. കാരണം ഇത്തരത്തിലുള്ള പ്രവണത നിങ്ങൾ നിർത്തണം. ഇത് നല്ലതല്ല, വളരെ മോശമാണ്. വളരെ മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേറെ മോശം ഇനി ഇല്ല എന്നുള്ളത് പോലെയാണ്. കാരണം കേരളം മൊത്തത്തിൽ ആരാധിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന, സ്നേഹത്തോടുകൂടി കണ്ടിരുന്ന ഒരു മഹാനടൻ്റെ ഒരു വിയോഗ വാർത്ത, ആ വിയോഗ വാർത്തയുടെ അടിയിൽ പോയി ഇതുപോലെ നിങ്ങൾക്ക് കമൻ്റ് ഇടാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആ മ്ലേച്ഛത, നിങ്ങളുടെ മനസ്സിൻ്റെ ആ കറുപ്പ്, നിങ്ങളുടെ മനസ്സിൻ്റെ കല്ലായ ആ രൂപം അതെല്ലാം പുറത്തു വന്ന് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളുടെ മനസ്സിൻ്റെ അരികിൽ കൂടി പോയിട്ടില്ല എന്ന് ഈ കമൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം നമ്മളോട് എത്രയൊക്കെ ശത്രുതയുണ്ടെങ്കിൽ തന്നെയും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനോട് നമ്മൾ പുറത്തു കൊടുക്കുന്ന ഒരു മനസ്സുള്ളവരാണ് മലയാളികൾ. നമുക്കൊരാളോട് ഏറ്റവും കൂടുതൽ വെറുപ്പും ദേഷ്യവും ഉണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോടുള്ള വെറുപ്പും അവിദ്വേഷവും എല്ലാം അവിടെ വെച്ച് നമ്മൾ മാച്ചു കളയേണ്ടതാണ്. ഞങ്ങൾക്കാർക്കും നിങ്ങളെ തിരുത്താൻ കഴിയില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളെ തിരുത്തുവാൻ. നിങ്ങൾ തിരുത്തിയില്ല എങ്കിൽ നിങ്ങൾ പരിപോഷിപ്പിച്ച് വളർത്തുന്ന ഇതുപോലൊരു നാളെയുടെ പ്രതീകം, നാളെ ഒരു സമൂഹം നിങ്ങളാൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. കാരണം നാളെ നിങ്ങൾ മരിക്കുമ്പോഴും ഇതുപോലെ നിങ്ങളുടെ മരണവാർത്ത വരുന്ന വീഡിയോയുടെയോ അല്ലെങ്കിൽ വാർത്തയുടെ അടിയിൽ പോയിട്ട് കമൻ്റ് ഇടുന്ന ഒരു സമൂഹം ഇത് പിന്നെയും വളർന്നു വരും. അത് നമ്മുടെ നാടിന് ആപത്താണ്, നല്ലതല്ല. അതുകൊണ്ട് ഇത്തരം പ്രവണത കാണിക്കുന്ന മനുഷ്യരോട് എനിക്കൊന്നേ പറയുവാനുള്ളൂ, ഇനി മുതലാരും ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യരുത്. ഒരാളിനോട് എത്ര തന്നെ വെറുപ്പുണ്ടെങ്കിലും ഇതുപോലുള്ള ഒരു പ്രവർത്തികൾ നിങ്ങൾ മുതിരരുത് എന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളൂ.